ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എത്ര പൊട്ടയാണെങ്കിലും ഒരു സമയം വരും. ആ സമയത്തുണ്ടല്ലോ നമ്മൾ ചോദിച്ചതിനായിട്ട് നമുക്ക് ദൈവം തിരിച്ചു തരും. എവ്രി വൺസ് ലൈഫ് വുഡ് ഗീവ് ദം എ ഓപ്പർച്യൂണിറ്റി ടു പ്രൂവ് ദംസെൽസ്. ബട്ട് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എപ്പോഴും തിരയണം. അവരാണ് സത്യം പറഞ്ഞ DBMC ആക്കണേ. പിന്നെ രണ്ടാമത്തെ എനിക്ക് പറയാനുള്ള അവരുടെ ഈ ഗുരുകുൽ ആപ്പ്. ഇങ്ങനെ 1000 എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ പഠിച്ചു തുടങ്ങുന്ന രീതി ഇയാൾ എന്ത് തള്ളിക്കൊണ്ടിരിക്കുന്നത്. എവ്രി വൺസ് ലൈഫ് വുഡ് ഗീവ് ദം എ ഓപ്പർച്യൂണിറ്റി ടു പ്രൂവ് ദംസെൽസ്. ബട്ട് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എപ്പോഴും തിരയണം. നമ്മൾ റീസെന്റ് നടന്ന ഇനിസെറ്റ് നവംബർ എക്സാമിൽ നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സൗരവാണ്. റാങ്ക് 4 ഓൾ ഇന്ത്യ റാങ്ക് 4 നേടി നമ്മുടെ നാഷന്റെ തന്നെ പ്രൗഡായി മാറിയിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ പ്രൗഡായി മാറിയിട്ടില്ല ഡോക്ടർ സൗരവ് നമ്മുടെ കൂടെ ഉണ്ട്. എത്രത്തോളം ഭാട്ടിയുടെ ക്ലാസ്സസ്, ഫാക്കൾട്ടീസ്, അവരുടെ മോണിറ്ററിങ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു നല്ലപോലെ? കാരണം ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള എന്താണ് ഭാട്ടിയുടെ ക്ലാസ്സസിൽ അല്ലെങ്കിൽ ഫീച്ചേഴ്സിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയി തോന്നിയത്? ഫാക്കൽറ്റീസ് തന്നെയാണ് സർ. ഫാക്കൽറ്റീസ് ആർ ടോപ്പ് നോച്ച് ഫാക്കൽറ്റീസ്. ഇപ്പൊ ഞാൻ 2-3 പേരുടെ പേര് എടുത്തു പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മുടെ ഡോക്ടർ അശ്വിനി എന്ന് പറഞ്ഞ അനാറ്റമി ലെജൻഡ് ആണ് സർ. കാരണം ആ സാറിന്റെ ആ ഒരു 2-3 വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളൂ. ഫ്രീ സെഷനിൽ ഞാൻ ഇരിക്കുമ്പോൾ യൂട്യൂബിൽ ആകെ 2-3 വീഡിയോ കണ്ടതിൽ ഐ വാസ് ഏബിൾ ടു കവർ 90% ഓഫ് ദ അനാറ്റമിയിലത്തെ ഡീറ്റെയിൽ. ഇന്നും പോലും എനിക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് അത് ഓർമ്മയുണ്ട്. ഞാൻ ഒറ്റ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ടീച്ചിങ് പെർഫെക്റ്റ് എക്സാം. അതെ. കാരണം നമുക്ക് ആ ഒരു പുള്ളിക്കാരൻ നമ്മളെ ആ ഒരു സബ്ജക്റ്റിന് ഉള്ളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് കാണിച്ചു കൊടുക്കും ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ നേരിട്ട് പഠിച്ചാൽ മതി. നമ്മൾ കാണിച്ചു കൊടുത്തിട്ടല്ല എല്ലാ ഫാക്കൽറ്റി അങ്ങനെ തീർച്ചയായിട്ടും 19 of the 19 are gems of DBMC. That is what makes DBMC നെ സെപ്പറേറ്റ് ചെയ്യണം ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും. കാരണം ഇനീഷ്യലി ഞാൻ എല്ലാ ഇതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഓക്കെ DBMC ഇസ് എ പെർഫെക്റ്റ് കോംബോ ഓഫ് എല്ലാ സംഭവങ്ങളും എന്ന് അറിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ പിന്നെ ഏറ്റവും നല്ല സാധനത്തിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നീഡ് എന്താ നോക്കുക, അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. കുറച്ചും കൂടി മെച്ചൂർഡ് ആയ ആൾക്കാരാണ്. നമുക്ക് എവിടെയാണ് അത് കൂടാതെ തന്നെ ഡോക്ടർ ഹിമാനിയുടെ ക്ലാസ്സസ് ആയാലും പിന്നെ ഡോക്ടർ സൃഷ്ടിയുടെ ക്ലാസ്സസ് ആയാലും ഐശ്വര്യ സാറിന്റെ ക്ലാസ്സസ് ആയാലും എല്ലാം എടുത്ത് പറയുമ്പോൾ കുറച്ച് പേര് എടുത്ത് പറയണമെന്നേ ഉള്ളൂ. പക്ഷേ 19 of the 19 of gems അവരാണ് സത്യം പറഞ്ഞ DBMC ആക്കണേ. പിന്നെ രണ്ടാമത്തെ എനിക്ക് പറയാനുള്ള അവരുടെ ഈ ഗുരുകുൽ ആപ്പ്. അത് ഇറ്റ് ഈസ് എ ട്രഷർ ഓഫ് MCQs. നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്ക് ടെൻഷനാവും, അയ്യോ ഇത്രയും MCQs നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ആസ് വി സ്റ്റാർട്ട് സോൾവിങ് നമുക്ക് ഓക്കെ ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, നമുക്ക് ആ കോർ ടോപ്പിക്സ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എനിക്ക് പഠിക്കാനുള്ളത്, ഈ ടോപ്പിക്കിലാണ് ഞാൻ വീക്കുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം പറയാനുള്ള, നമ്മൾ GTS കൊടുത്തു കഴിയുമ്പോൾ ഡോക്ടർ ഭാറ്റിയ സാറിന്റെ പടം വരും. ഓക്കെ, ആ ഒരു പടം നമുക്ക് പൂറായിട്ട് പെർഫോം മഞ്ഞ കളറിലാണ് കാണാം. നമുക്ക് കുറച്ച് നല്ല, അപ്പൊ എന്റെ എപ്പോഴും ഉണ്ടായിരുന്ന സാറ് പച്ചയില് കാണണം എന്നൊരു സംഭവമായിരുന്നു എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. അതെ, തുടക്കത്തിലൊക്കെ ഫുള്ള് മഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ശരി എന്തായാലും നമ്മൾ ഇടുന്നുണ്ട് ഒരു വർഷം. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ടാണ് ഇടാൻ പറഞ്ഞിട്ട് ഐ വാസ് ഏബിൾ ടു പുട്ട് ഇൻ അബൌട്ട് 14 to 16 hours per day. അത് എല്ലാ ദിവസവും നമുക്ക് ഇടാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നമുക്ക് സൈക്കോളജിക്കലി നമുക്ക് പല ഇതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്ങനെ പോയാലും ഒരു മിനിമം 10 hours നമുക്ക് ഡൊണേറ്റ് ചെയ്തേ പറ്റുള്ളൂ സർ. നമ്മൾ എന്തായാലും കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള റിസൾട്ട് നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കും. അപ്പോൾ ഈ ചില കാര്യങ്ങൾ പിന്നെ എനിക്ക് പറയാനുള്ള ഈ ഗുരുകുൽ ആപ്പിൽ തന്നെ TNDs എല്ലാ എക്സാം പക്ക TNDs അവർ ഫോളോ ചെയ്യും. നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ തെറ്റിയതിന്റെ കോൺസെപ്റ്റ് എന്താണ്, നമ്മൾ MCQ തെറ്റിങ്ങി നമ്മുടെ ആ കോൺസെപ്റ്റ് നമ്മുടെ വീക്ക് ആയതുകൊണ്ടാണ് സർ. സോ ആ തെറ്റണ എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു നല്ലൊരു സെഷനാണ് TND സെഷൻ. പിന്നെ ഹിമാനി മാം കൊടുക്കുന്ന നീറ്റ് MDS നമ്മുടെ രാവിലെ, കാരണം ആ ഒരു ഡെയിലി ഡോസ് ഓഫ് മോട്ടിവേഷൻ പ്ലേസ് എ മേജർ ഡെഫിനറ്റ്ലി നമുക്ക് ആവശ്യമുള്ള തീർച്ചയായിട്ടും സർ. ആ ഒരു സമയത്ത് നമുക്ക് എല്ലായിടത്തും നമുക്ക് നോക്കുമ്പോൾ എല്ലാം അൺസർട്ടനിറ്റീസാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇഫ് ദർ ഈസ് സമ്മൺ ടു ഷോ ലൈറ്റ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു വാക്ക് മതി സർ. നമുക്ക് എന്തെങ്കിലും മേ ബി ഒരാളുടെ വോയിസോ അല്ലെങ്കിൽ ഓക്കെ ഞാൻ കൂടെ ഉണ്ട് കാര്യം മാത്രമാണ്. അത് എപ്പോഴും DBMC ആയിട്ട് മേക്ക് ഷുവർ യു ഓൾവേസ് ഫീൽ നിന്റെ കൂടെ ഒരാളുണ്ട്, യു ആർ നോട്ട് അലോൺ. അവരുടെ ടാഗ് ലൈനും അതാണ്, യു ആർ നോട്ട് അലോൺ ഇൻ ദിസ് ജേർണി, വി ആർ വിത്ത് യു, ഡോണ്ട് സെറ്റിൽ. അതെ, തീർച്ചയായിട്ടും സർ. അപ്പോൾ അത് ദാറ്റ് ഹാസ് പ്ലേഡ് എ മേജർ റോൾ ഇൻ മൈ പ്രിപ്പറേഷൻ സർ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇനിസെറ്റ് ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ എഴുതുമ്പോഴും ഞാൻ ശരി നമ്മുടെ പ്രിപ്പറേഷൻ എവിടെയാണ്, ഈ ഒരു ലെവലിൽ ഞാൻ ഓൾ ഇന്ത്യ റാങ്കിൽ എവിടെ നിൽക്കണമെന്ന് പറഞ്ഞൊരു എഴുതിയ ഒരു പരീക്ഷയാണ് ഈ നവംബർ INA CT. അപ്പോൾ അത് പക്ഷേ
ടുക്ക് എ ട്രാജിക് ടേൺ. അതാണ് ഈ പറഞ്ഞത്, ലൈഫിൽ ഒരു സമയം അച്ഛൻ പറഞ്ഞ അതെ അതെ അന്ന് അച്ഛൻ പറഞ്ഞതും പിന്നെ ധനുഷിന്റെ ഡയലോഗ് ഒരു നാളെന്നൊരു ഡയലോഗ്, ആ ഒരു ഞാൻ റിസൾട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷ ഒരു 100-120, കാരണം ആ ഒരു റേഞ്ചിലായിരിക്കും കിടക്കേണ്ടാവുക. അപ്പൊ നോക്കി കുറച്ചും കൂടി ടഫർ ആയിരുന്നല്ലേ. കാരണം ഇപ്പോഴത്തെ ആ ഒരു അതും കൂടി എനിക്ക് പറയാനുണ്ട് സാർ. ഇപ്പോഴത്തെ ഷിഫ്റ്റ്, ദാറ്റ് ഇസ് എ മേജർ ഷിഫ്റ്റ് ഓഫ് ദി എക്സാം പാറ്റേൺ. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ്സ് ആയിരുന്നു, പൾസ് മാത്രം പഠിച്ചു പോകുന്ന രീതി. അതൊരു ഇപ്പോഴും പിള്ളേർ മനസ്സിലുണ്ടെങ്കിൽ പൾസ് 2-3 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ യു വുഡ് ബി ഏബിൾ ടു ക്രാക്ക് ദി എക്സാം. പക്ഷെ ആ ഒരു ഇത് മാറി ഫുള്ള് ഇപ്പോൾ ഒരു ക്ലിനിക്കൽ ആസ്പെക്റ്റിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ചിലപ്പോൾ കോൺസെപ്റ്റ് സെയിം തന്നെ ആയിരിക്കും, പക്ഷെ തിരിച്ചും മറിച്ചും അതിനെ അവിടെയാണ് ഈ 90 സബ്ജക്ട് ഫാക്കൾട്ടീസിന്റെ ഇമ്പോർട്ടൻസ്. ക്ലിനിക്കലി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ക്ലാസ് എടുത്ത് കൊടുക്കും, അവർക്ക് ആ ഒരു ദേ ആർ കീപ്പിംഗ് ദംസെൽഫ് അപ്ഡേറ്റഡ്. അപ്പോൾ അവരുടെ നോളജ് നമുക്കും കിട്ടും സാർ. അപ്പോൾ ആ ഒരു സംഭവം മേക്സ് എ ഗ്രേറ്റ് ഡിഫറൻസ് എക്സെപ്റ്റ്ലി നമുക്ക് ഈ ഒരു പ്രസന്റ് സിനാരിയോയിൽ വേറെ ദ ക്വസ്റ്റൻസ് ആർ മേജർലി ഫ്രം ദ ക്ലിനിക്കൽ ആസ്പെക്ട്സ്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 60% ഓഫ് ക്വസ്റ്റൻസ് ക്ലിനിക്കൽ, ആകെ 20-30% മാത്രം റിപ്പീറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ കുറച്ചുകൂടി ക്ലിനിക്കൽ ഇൻഡെപ്ത് നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുടെ വേണം നമുക്ക് ഗൈഡൻസ് ആയിട്ട്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ചില സമയത്ത് സർജറിയിലത്തെ ചോദ്യങ്ങൾ ഇപ്പോൾ ഈ ഐനസിറ്റി എക്സാമിൽ മാമിൻ്റെ ക്ലാസ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്, ഇങ്ങനെയാണ് മാം പഠിപ്പിച്ചത്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ. പിന്നെ എനിക്ക് സാർ പറയാനുള്ള ഒരു സംഭവം, വാട്ട് ഐ ഹാവ് ടു ടെൽ ടു ദീസ് സ്റ്റുഡൻസ് ഹു ആർ കമ്മിങ് ബിഹൈൻഡ് മീ ഇസ് ദാറ്റ് യു ഹാവ് ടു ഹാവ് എ സ്കിൽ ഓഫ് സോൾവിങ് MCQ സോൾവിങ്. നമുക്ക് എങ്ങനെയാണ് എത്ര നമുക്ക് പറ്റണോ അത്ര നമുക്ക് MCQ സോൾവ് ചെയ്തുകൊണ്ട് പോകാം. യു ഷുഡ് ബി ഏബിൾ ടു എലിമിനേറ്റ് ഓപ്ഷൻസ്. ഇതുവരെ നമ്മൾ ട്രെയിൻഡ് എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ചോദ്യം കാണുമ്പോൾ നമ്മൾ ആ 4 ഓപ്ഷന് ശരി ഉത്തരം ഏതാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഞാൻ ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം ചോദിക്കാം, ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോൾ എത്രത്തോളം MCQ സോൾവ് ചെയ്തിട്ടുണ്ട് പെർ ഡേ? സർ ഞാൻ 1000-1200 വരെ കയറി പോയിട്ടുണ്ട്. യൂഷ്വലി ഇങ്ങനെ 1000 എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ പഠിച്ചു തുടങ്ങുന്ന ഇത് ഇയാൾ എന്ത് തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ 3 times 4 times റിവൈസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ. പക്ഷെ ഇതാണ് ഇതിന്റെ സക്സസ്. അതെ സാർ, കാരണം നമുക്ക് ആ ഒരു ശീലം വരും സാർ. MCQ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാത്തൊരു സിറ്റുവേഷൻ ആവും. യു മേ ഫീൽ ദ ടൈം എക്സാഗ്രേറ്റിംഗ്, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആ ഒരു സമയം കയറുമ്പോൾ നമുക്ക് ഇത് ഭയങ്കരമായിട്ട് ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യും സാർ. അപ്പോൾ ഞാനൊരു ഇനീഷ്യൽ പീരീഡിൽ 1000-1200 വരെ പീക്ക് ടൈമിൽ, ബാക്കിയുള്ളൊരു 500-600 വരെ നമുക്ക് പറ്റാവുന്ന നമ്മൾ ചെയ്യാം. ഈ ഒരു പീക്ക് ടൈമിൽ നമ്മൾ മാക്സിമം MCQ സോൾവ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് സാർ. അപ്പോൾ ആ MCQ സോൾവ് ചെയ്യുമ്പോൾ ഞാൻ ഈ INI-SET ഇപ്പം എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 198 ആയിരുന്നു നീറ്റിൽ. അവിടുന്ന് ഒരു ജമ്പ് ടു 4 വാസ് ജസ്റ്റ് ബിക്കോസ് ഐ ഹാഡ് ലേൺ. കാരണം എൻ്റെ പ്രിപ്പറേഷൻ രണ്ടിലും സെയിം ആയിരുന്നു സാർ. ഈ MCQ സോൾവിങ് സ്കില്ലിനാണ് എനിക്ക് ആ ഒരു ജമ്പ് കിട്ടിയത് സാർ. വേറെ ആ ഒരു ഈ പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതിനും നമുക്ക് കൊടുത്ത ഓപ്ഷൻസിൽ ഏത് ഉത്തരം അല്ല എന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ ശരി ഉത്തരത്തിലേക്ക് എത്തും. പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് സാർ. ദീസ് തിങ്സ് മേ ഫീൽ സ്മോൾ ബട്ട് ദേ പ്ലേ എ ഹ്യൂജ് ഇമ്പാക്ട്. ഇപ്പം നമുക്ക് കൊടുക്കണ മെന്റർഷിപ്പ് ആയാലും, നിങ്ങൾ കൊടുക്കണ മോട്ടിവേഷൻ ആയാലും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ആയാലും, ഇതൊക്കെ പറഞ്ഞാൽ വെൽ സ്ട്രക്ചേർഡ് ആൻഡ് വെൽ എഞ്ചിനീയർഡ് സോ ദാറ്റ് ദി പേഴ്സൺ ഹു യൂസസ് ഇറ്റ് ആൾക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് അൾട്ടിമേറ്റ്ലി മാറ്റേഴ്സ് സർ. ഫൈനലായിട്ട് എന്താണ് ആസ്പയറിംഗ് നീറ്റ് MDS സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ BDS പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താണ് പറയാനുള്ളത്? സ്റ്റാർട്ട് ഏർലി. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയാൻ പറ്റും. കാരണം ഞാനിപ്പോൾ എൻ്റെ ഒരു 1.75 ഇയേഴ്സ് ഇതിൻ്റെ പിന്നാലെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ഏർലി. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യത്തിനേറെ മെറ്റീരിയൽസ് ഉണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ചൂസ് ദി ബെസ്റ്റ് ഓപ്ഷൻ ദാറ്റ് യു ഫീൽ ലൈക്ക് ഇറ്റ്സ് സൂട്ടഡ് ഫോർ യു, ഹു ടേക്സ് കെയർ ഓഫ് യു ആസ് ഇഫ് യു ആർ ദെയർ ഓൺ ചിൽഡ്രൻ. അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ അതിന് കുറച്ച് ഏർലി തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് എക്സാമിൽ കാണാൻ പറ്റും സാർ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, നോ മാറ്റർ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എത്ര പൊട്ടയാണെങ്കിലും ഒരു സമയം വരും. ആ സമയത്തുണ്ടല്ലോ നമ്മൾ ചോദിച്ചതിനായിട്ട് നമുക്ക് ദൈവം തിരിച്ചു തരും. ആ സമയത്തിനായിട്ട് സ്ട്രഗിൾ ചെയ്യുക. സ്ട്രഗിൾ ഈസ് എ പാർട്ട് ഓഫ് ദിസ് ജേർണി. സ്ട്രഗിൾ വിൽ ഓൾവേസ് ബി ദർ. ഇന്നും ഉണ്ടാവും, നാളെ ഉണ്ടാവും, മറ്റന്നാളും ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് ദി വേ പോയിന്റ് ഓൺ ഹൗ യു നമ്മൾ എങ്ങനെ ആ സ്ട്രഗിളിനെ കാണുന്നു, അതിലാണ് വ്യത്യാസം വരുന്നത് സർ. ഞാൻ സ്ട്രഗിളിനെ ഇതൊരു ബുദ്ധിമുട്ട് എന്ന രീതിക്ക് കാണുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഡിഫിക്കൾട്ട്. ബട്ട് ഇഫ് ഐ സീ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു മേക്ക് മീ സമ്മൺ ഹു, ഇപ്പം ഞാൻ എന്നെ തന്നെ ഒരു വർഷം മുന്നേ നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ അല്ലായിരുന്നു. ഐ വാസ് നോട്ട് എ സ്റ്റുഡൻറ്റ് ഹു പഠിക്കണ ഒരു കുട്ടിയെ അല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് ഐ ആം ഏബിൾ ടു പുട്ട് ഇൻ അബൌട്ട് 12 to 14 hours ഓഫ് മൈ ഡേ സിറ്റിംഗ് ഓൺ എ ടേബിൾ സ്റ്റഡിയിങ് സർ. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഡെഫിനറ്റ്ലി എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. എവ്രി വൺസ് ലൈഫ് വുഡ് ഗീവ് ദം എ ഓപ്പർച്യൂണിറ്റി ടു പ്രൂവ് ദംസെൽസ്. ബട്ട് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എപ്പോഴും തരയണം, അത്രേ ഉള്ളൂ. വി ഷുഡൻറ്റ് സിറ്റ് ഐഡൽ നോ മാറ്റർ വാട്ട് ലൈഫ് ത്രോസ് അറ്റ് യു. നമ്മൾ എങ്ങനെയും അതിനെ കോൺകർ ചെയ്യുമെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായാൽ മതി സർ. BDSന്റെ ജേർണിയിൽ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആവാം അല്ലെങ്കിൽ സക്സസ്ഫുൾ ഡോക്ടർ ആവാം എന്നുള്ളതിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഡോക്ടർ സൗരവ് നമ്മുടെ മുമ്പിലുള്ളത്. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, നമുക്കൊരു ടൈം ഫ്രെയിം ഉണ്ടാവും, നമ്മളെ എഫേർട്സിന് എന്തായാലും വാല്യൂ ഉണ്ടാവും. നമ്മൾ എഫേർട്സ് എടുക്കാൻ തയ്യാറാവുക, നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. റിമെമ്പർ വൺ തിങ്, ഡോണ്ട് സെറ്റിൽ, ഡോണ്ട് സ്റ്റോപ്പ്.